നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്പിൽ പലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേൽ പലസ്തീനിൽ ചെയ്യുന്ന വംശഹത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രകടനങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ടീം അവിടെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ നോർവേക്കെതിരെ കളിക്കാൻ അവർ ഇറങ്ങുന്ന ഘട്ടത്തിൽ ആ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടന്നു. വലിയ രൂപത്തിലുള്ള സപ്പോർട്ടായിരുന്നു പാലസ്തീൻ ഉണ്ടായിരുന്നത്. കളിക്കളത്തിലാവട്ടെ ഇസ്രായേലിനെ പിച്ചി ചീന്തുന്ന നോർവേയാണ് നമ്മൾ കണ്ടത്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ഏർലിംഗ് ഹാലൻഡ് ഹാട്രിക്ക് നേടി. പിന്നെ ഇസ്രായേലിൻ്റെ താരങ്ങൾ തന്നെ സ്വന്തം വലയിലേക്ക് 2 തവണ ഗോള് എത്തിക്കൂടി ചെയ്തപ്പോൾ നാണം കെട്ട തോൽവി. ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് ഇസ്രായേൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതാ നോർവേയോട് പൊട്ടിയിരിക്കുകയാണ്. കളി തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നോർവേക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിച്ചതാണ്. പക്ഷേ ഏർലിംഗ് ഹാലൻഡിന് അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. ഹാലൻഡ് ആദ്യം എടുത്ത പെനാൽറ്റി സേവ് ചെയ്ത് രണ്ടാമത് എടുത്തപ്പോൾ വീണ്ടും അത് റീടേക്ക് എടുക്കാൻ പറഞ്ഞു. റീടേക്കും അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അത്യപൂർവമായ കാഴ്ചയായിരുന്നു അത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഹാലൻഡ് തന്നെ കയറി മെയ്യുന്ന കാഴ്ച കണ്ടു. 18ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോള് പിറക്കുന്നു. അനാൻ ഖലൈലിയുടെ ഓൺ ഗോളിൽ നോർവേ മുന്നിലേക്ക് കടക്കുന്നു. 27ാമത്തെ മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡിൻ്റെ ആദ്യ ഗോൾ പിറന്നു. തൊട്ട് പിന്നാലെ തന്നെ അടുത്ത ഗോൾ കൂടി വീണു. ഇത് ഇദാൻ നെച്ച്മാസിൻ്റെ ഓൺ ഗോളായിരുന്നു. അതോടുകൂടി കളി അരമണിക്കൂർ പിന്നിടുമ്പോഴേക്കും 3 ഗോളുകൾക്ക് പുറകിലായി കഴിഞ്ഞിരുന്നു ഇസ്രായേൽ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏർലിംഗ് ഹാലൻഡ് ഗോളടി പുനരാരംഭിച്ചു. 63ാമത്തെ മിനിറ്റിൽ അത് നുസൈഡ് അസിസ്റ്റിൽ നിന്ന് തൻ്റെ അടുത്ത ഗോൾ കണ്ടെത്തി. ഒടുവിൽ 72ാമത്തെ മിനിറ്റിൽ ഒരിക്കൽ കൂടി ഏർലിംഗ് ഹാലൻഡ് പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഇപ്പോൾ നോർവേ ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അതോടുകൂടി ഇസ്രായേലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മോഹങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്ന മട്ടാണ്. 6 കളികൾ 9 പോയിന്റുമായിട്ട് അവർ ഗ്രൂപ്പ് ഐയിൽ 3ാം സ്ഥാനത്താണ്. 6 കളികൾ 6ഉം വിജയിച്ച് 18 പോയിന്റോടെ 1ാമതാണ് നോർവേ. 5 കളികളിൽ നിന്ന് 12 പോയിന്റുള്ള ഇറ്റലി 2ാമതുമാണ്. ഇസ്രായേലിൻ്റെ അടുത്ത മത്സരം ഇറ്റലിക്കെതിരെയാണ്. അത് ഒക്ടോബർ 15 പുലർച്ചെ 12:15 പാലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് ദുഃഖമുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ കളിക്കാതിരുന്നാൽ അത് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനെ ബാധിക്കുമെന്നതുകൊണ്ടാണ് തൻ്റെ ടീം കളിക്കുന്നത് എന്ന് ഇറ്റാലിയൻ കോച്ച് ഗന്നാരോ ഗറ്റൂസോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.